തമിഴ്നാട് സ്വദേശികളായ ലീലാവതിയും വെളിങ്കിരിയും വയനാട്ടിലെത്തിയിട്ട് 36 കൊല്ലമായി. കുത്തിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ ആദ്യം നഷ്ടമായത് ഈ ദമ്പതികളുടെ വീടാണ്. ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഓട്ടത്തിനിടയിലും തങ്ങളാലാകുന്നവരെ രക്ഷപ്പെടുത്തിയാണ് ഈ കുടുംബം പുതുജീവന്റെ പശ്ചാത്തലത്തിൽ എത്തിയത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദുരന്തമുഖത്ത് നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട ലീലാവതി അമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ലീലാവതി അമ്മ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ലീലാവതി അമ്മയ്ക്കൊപ്പം തന്നെ കുറെ ആളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്നാൽ അതേ സമയത്ത് കുറെ പേര് കൺമുന്നിൽ മരിച്ചു വീഴുന്നതും കണ്ടു. എന്താ ശരിക്കും അന്ന് നടന്നത്? അന്ന് നടന്നത് ഉരുൾപൊട്ടി തന്നെയാണ്. എന്റെ മോണിക്ക് പറക്കാൻ പോയാൽ ഓരോരുത്തർ മണ്ണിനുള്ളിൽ ഇങ്ങനെ മാന്തി എടുക്കുക. എന്റെ മോണിക്ക് ഒരു ചെരുപ്പ് മാന്തി ഇട്ടിട്ടുള്ളൂ, വേറെ ഒരു സാധനം ഇട്ടിട്ടില്ല. ആ പെരു മഴയത്തിന് ഓടി എന്റെ മകനെ എടുക്കുന്നത്. പിന്നെ ഒരു ഏട്ടനുണ്ടായിരുന്നു അപ്പുറത്തെ ഭാഗത്ത്, അവർ മൂന്നാളും ഒന്നിച്ചു പോയി. മണ്ട പൊട്ടി വന്നില്ലേ, ആ തലക്ക് നാണാണ് വീട്. വീട് ഉണ്ടായതാണ്. ഒരു 20 അടി ഇതാ ഇവിടെ നിന്ന് പോയാതാ അത്രേ ഉള്ളൂ. ഇത്ര എന്റെ വീടും ഫസ്റ്റ് നാ വരേണ്ടതാണ്. എന്തോ ദൈവം കാത്തിക്കണം. അവിടുന്നപ്പം എങ്ങനെ പിന്നെ നിങ്ങള് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്റെ മകനക്ക് സുഖം ഉണ്ടായില്ല. പാടിക്ക് വന്ന് പാടിയിലാന്ന് ഇരുന്ന് 2 ദിവസം ഇരുന്ന് 3ാമത്തെ ദിവസം വന്ന് അന്ന് നീച്ച് വന്ന് 1 മണിക്ക് പൊട്ടി നോക്കുമ്പോ പാടിയൊക്കെ ഒലിച്ച് പോകാണ്. ഒന്ന് നമ്മളെ പാടില് 2 റൂം വീണിക്കണ്, ബിഗാൻ നിക്കാണ് മൊത്തം. പിന്നെ അങ്ങനെ ഓടി കഴിച്ചില്ല. മകൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തള്ളി, അങ്ങനെ ഓടി കഴിച്ചില്ലായതാ. ബാക്കി പാടിയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എല്ലാം മൊത്തം പോയിക്കണ്. എത്ര വീടെന്ന് ഒരാളൊന്നും പറയില്ല. ആ പ്രദേശേ പോയി, ഇന്നൊന്നും പറയാനൊന്നുമില്ല. ചെറിയ വീട്ടിനുള്ളിൽ തന്നെ മരിച്ചു കിടക്കാണ്. ഒരൊക്കെ മാന്തി എടുത്തിക്ക. ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. രാത്രി ആളായിട്ട് പേര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മൊത്തം പോയിക്കണ്. ഇനി എന്ത് പേര് പറയാനാ? ഇതിനൊന്നും പറയാനില്ല. നിങ്ങൾ ആ പാടിയില് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വേറെ ആരെങ്കിലും ഒരാളും ഇല്ല. ഇല്ല. നമ്മ കുറച്ചാൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കണേ, നാ മാത്രമേ ഉള്ളൂന്നല്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ ഇവൻ നോക്കണോ നിൻ നോക്കണമൊന്നുമില്ല. ഇപ്പൊ നാം 3 ആളെ എടുത്ത് 4ാമത്തവന് വലിച്ചിട്ട് കിട്ടുന്നില്ല. ഭാര്യന്റെ കയ്യെ മുറുക്കി പിടിച്ചിക്കണ്. അത് എങ്ങനെയൊക്കെ നാം 3 ആൾ കൂടിയിട്ട് അവന്റെ കൈ കൊണ്ട് എടുത്ത് ഭാര്യനെ വലിച്ചെടുത്തിന്. 3 ആളെടുത്ത് അവനെ എടുക്കാൻ പറ്റില്ല. 4 ചുമര് അവന്റെ മേത്താണ്. പിന്നെ എങ്ങനെ എടുക്കുക? മുണ്ടക്കൈയിൽ ഫസ്റ്റ് നാണ വരണം. പോയന്റെ സൈഡിലാണ് എന്നാ താമസിച്ചത്. ആമ ഇടിഞ്ഞു വന്നില്ലേ, അവിടെയാണ് നാ താമസിക്കുന്നത്. ലാസ്റ്റ് കറണ്ട് നണ്ടതാ മുണ്ടക്കൈ ടൗണിൽ, കാട്ടിന്റെ അടുത്താണ് ഞാൻ. അവിടെ കയറിയത് ഞങ്ങൾ പാടിക്ക് വന്നല്ലോ ഞങ്ങളിത്. അതാണ് ഇത്തരത്തിൽ ആ ഞെട്ടൽ വിട്ടുമാറാത്ത കുറെ അധികം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. സത്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭയം അത് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അതാണ് അവർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ സുരക്ഷിതരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അവർ ഈ പറഞ്ഞ കാഴ്ചകൾ, അതായത് ഒരു കുടുംബം പോലെയാണ് പലരും താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആ കുടുംബത്തിലുള്ള പലരും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.